നിങ്ങളെ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം മക്കളെ അരികിൽ വിളിച്ച ഇബ്രാഹിം ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അൽ ബഖറ 132. മക്കളെ അരികിൽ വിളിച്ചു പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം, മക്കളെ നന്മ കൊണ്ടുപദേശിച്ചു. മക്കളെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അപ്പോഴത്തിന് ഫലസ്തീൻ മുഴുവനും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്ഹാഖിന്റെ കീഴിലായിരുന്നു. അറബ് ലോകം പ്രധാനമായി മഹാനായ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കീഴിലായിരുന്നു. അതെല്ലാം കണ്ട് സന്തോഷിച്ചാണ് മരിച്ചത്. എവിടെ മരിച്ചു? ഫലസ്തീനിൽ സാറാ ബീവിയുടെ തൊട്ടടുത്താണ്. പ്രധാനപ്പെട്ട അഭിപ്രായം ഇബ്രാഹിം നബിയുടെ മുമ്പാണ് സാറാ ബീവി മരിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട അഭിപ്രായം. സലാമുള്ള തനിക്ക് ജീവിതം ഒഴിഞ്ഞു വെച്ച വലിയ മഹദിയായിരുന്നു ബഹുമാനപ്പെട്ട സാറാ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് സാറാ ബീവിയുടെ പരിസരത്ത് കിടക്കണമെന്നുള്ള താല്പര്യം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ. ഇനി നേരെ എതിരാളിയെ പറയാം. ഇബ്രാഹിം നബിയുടെ പ്രധാനപ്പെട്ട എതിരാളി ആരാ? നമ്രൂദ്. എന്താ നമ്രൂദിന്റെ കഥ? ഇനി ചിന്തിച്ചോളൂ. ലം തറ ഇലല്ലദി ഹാജ ഇബ്രാഹിം ഫീ റബ്ബി അനാതാഹു അല്ലാഹുൽ മുൽക്ക് ഇദ് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദി യുഹീ വയുമീത് ഖാല അന ഉഹീ വയുമീത് ഖാല ഇബ്രാഹിം ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിതല്ലദി കഫറ. ഇബ്രാഹിം സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വാദപ്രതിവാദത്തിന് വിളിച്ചു നമ്രൂദ്. ഉറക്കെ പറ നമ്രൂദ്. ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ആരാണ് എന്റെ പഠിച്ചവൻ? അപ്പോൾ പറഞ്ഞു, യുഹീ വയുമീതു, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അപ്പോൾ നമ്രൂദ് പറഞ്ഞു, എന്ത്? ജീവിപ്പിക്കാനും മരിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ജയിലിൽ കിടക്കുന്ന രണ്ടാളെ ജയിലിൽ നിന്ന് വിട്ടുകൊണ്ടുവരാൻ നമ്രൂദ് കൽപ്പന കൊടുത്തു ലഅനത്തുല്ലാഹി അലൈഹി. എന്നോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ രണ്ടാളുടെയും, എന്താ നിങ്ങൾക്ക് രണ്ടാക്കും വിധിക്കപ്പെട്ട ശിക്ഷ എന്താണ്? അവര് പറഞ്ഞു, വധശിക്ഷക്ക് വിധിക്കപ്പെട്ടവരാണ്. ഒരാളെ നമ്രൂദ് കൊല്ലാൻ കൽപ്പിച്ചു, കൊന്നു. ഒരാളെയോ അയാളോട് പറഞ്ഞു, എന്റെ വധശിക്ഷ ഞാൻ ഇളവ് ചെയ്തിട്ടുണ്ട്, ഈ പോയിക്കോന്നും പറഞ്ഞു. അഥവാ ഒരാളെ കൊന്നു, ഒരാളെ മരിപ്പിച്ചു, ഒരാളെ. അപ്പോൾ പറഞ്ഞു, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് പടച്ചവനെങ്കിൽ എന്റെ പടച്ചവൻ ഞാൻ തന്നെയാ. നീ കണ്ടില്ല, എന്റെ കണ്ണിന്റെ മുന്നിലാ കണ്ടത്. ഒരാളെ ഞാൻ മരിപ്പിച്ചു, ഒരാളെ ഞാൻ ജീവിപ്പിച്ചു. ഇങ്ങനെ ജീവനത്തിന്റെയും അതിജീവനത്തിന്റെയും മരണത്തിന്റെയും അധിപതിയായി വിലസി നടന്നിരുന്ന നമ്രൂദ് എങ്ങനെയാ മരിച്ചത്? ഒരു ചെറിയ ചെള്ള്, ഒരു ചെറിയ പ്രാണി നമ്രൂദിന്റെ തലയിലേക്ക് അവിടെ കയറി, ഇതിലവിടെ കയറി, മൂളിയിട്ട് കയറി. അത് അവിടെ കിടന്നത് പെറ്റി പെരുകി. അവിടെ കിടന്ന് പെറ്റി പെരുകി. അതിന്റെ തലയുടെ ഉള്ളിൽ ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിക്കും, നല്ല രസം. ഇതങ്ങോട്ട് പെറ്റി പെരുകി. തല മുഴുവനും തലച്ചോറും തല മുഴുവനും പ്രാണികൾ കൊണ്ട് നിറഞ്ഞു. അവസാനം സ്വന്തം തല കെട്ടിടത്തിന്റെ വിവിധങ്ങളായ, താനുണ്ടാക്കിയ കൊട്ടാരത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അടിക്കാൻ ഒരുങ്ങി രാജാവ് നമ്രൂദ്. മക്കൾക്ക് ഇത് കണ്ടിട്ട് അലിവ് തോന്നിയപ്പോൾ ബാപ്പായുടെ ഈ തല ഇങ്ങനെ അടിക്കുന്നത് കണ്ടിട്ട് ബേജാറായ മക്കൾ 2 ഖാദിമീങ്ങളെ ഏർപ്പെടുത്തി. 2 ഖാദിമീങ്ങൾ 2 ചെരുപ്പെടുത്തിട്ട് നമ്രൂദിനെ അടിച്ചു. ലഅനത്തുല്ലാഹി അലൈഹി. ചെരുപ്പ് കൊണ്ട് ഇങ്ങനെ അടിച്ചാൽ നമ്രൂദിനൊരു സുഖം ലേശം നേരം. ഒരു മനുഷ്യന്റെ കാലിന്റെ ചുവട്ടിൽ ഏറ്റവും നിന്ദ്യമായ സാധനമാണ് ചെരുപ്പ്. ചെരുപ്പ് കൊണ്ട് ഒരാൾ ഇങ്ങോട്ടൊരു അടി അടിക്കുമ്പോൾ മറ്റേ ആൾ ഇങ്ങോട്ടടിക്കും. ഇങ്ങനെ അനവധി കാലം, കൊല്ലങ്ങളോളം ചെരുപ്പിന്റെ അടികൊണ്ടാണ് നമ്രൂദ് ചത്തുപോയത്. ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങൾ ചിന്തിക്കണം. എന്നാ സയ്യിദുനാ ഇബ്രാഹിം
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വച്ഛന്തമായ മരണം മരിച്ചു. മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം ഈ പറഞ്ഞ കാര്യം. നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞ നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി നിന്യനായി നികൃഷ്ടനായി മരിച്ചു. സയ്യിദുനാ ഇബ്രാഹിം അനവധി ആയിരക്കണക്കായ മലക്കുകളെ ബഹുമാനപ്പെട്ടവർക്ക് മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു ഫലസ്തീനിലേക്ക് ഇറക്കി. അനവധി മലായിക്കത്തിന്റെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ടവരുടെ മയ്യിത്ത് നമസ്കാരം നടന്നു. സാറാബിയുടെ ഖബറിന്റെ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്ന സദാ സാറാബീവിയുടെ ഖബറിന്റെ പരിസരത്താണ് ഖബർ ഇബ്രാഹിം. മറ്റൊരു ഉലുൽ അസ്മാണ് സയ്യിദുനാ മൂസ. എല്ലാം കൂടെ വിശദീകരിക്കാൻ നേരല്ല, കുറെ കാര്യത്തിലേക്ക് ഇറങ്ങാണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കാൻ വേണ്ടി അസ്രായേൽ ഇനി തിരിച്ച് കേട്ടോളൂ. ഒരു രാജാവിന്റെ കുതിരയുടെ ജീനി പിടിച്ചു നിർത്തി. എങ്ങനെടാ നിനക്ക് ധൈര്യം വന്നോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു രാജാവ്, ഞാന് മലക്കുൽ മൗത്താണ്, ഞാൻ അങ്ങനെ ചെയ്യും, എനിക്കതിന് അധികാരമുണ്ട്. മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വേണ്ടി വന്നു. സയ്യിദുനാ മൂസ കൊടുത്തൊന്ന് ആര് അസ്രായേൽ, സയ്യിദുനാ അസ്രായേൽ. ഖാസിമിക്ക് ഇന്ന് പിച്ചും പേയും പറയാൻ വിചാരിക്കണ്ട. സ്വഹീഹുൽ ബുഖാരി ആദ്യം കൊണ്ട് കൊടുത്തു. ഐനൈഹി, രണ്ട് കണ്ണുകൂട്ടി ആദ്യം കൊടുത്തു. അസ്രായേൽ, അടി കിട്ടിയപ്പോൾ അസ്രായേൽ ഇലാ ഹദറത്തി റബ്ബിന്റെ ഹദറത്തിലേക്ക് മടങ്ങി. എന്നിട്ട് അസ്രായേൽ പറഞ്ഞു, അർസൽതനീ ഇലാ മൻ യുരീദുൽ മൗത, മരിക്കാൻ പൂതിയില്ലാത്ത ഒരാളടുത്തേക്കാണല്ലോ നീ എന്നെ അയച്ചത്. ആരോട് പറഞ്ഞു? അള്ളാഹിനോട് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, മരിക്കാനൊക്കെ അയാൾക്ക് പൂതിയുണ്ട്, പക്ഷെ അതപ്പോട് പെരുമാറണം. എന്റെ മൂസയാണ്, ഒരടിക്കൊരു ബുദ്ധിയെ കൊന്ന ആളാണ്. നിനക്കറിയോ എന്റെ മൂസക്ക് ചെറുതിനെ കുറച്ച് ദേഷ്യം കൂടുതലാണ്. അപ്പൊ നല്ല അദബിൽ പോയി സലാം പറഞ്ഞ് ഇവിടത്തേക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് അള്ളാന്റെ ഹദറത്തിലേക്ക് കൊണ്ടുപോകായിരുന്നു. ഇവിടേക്ക് എന്തെങ്കിലും വേണ്ടതുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടാണ് റൂഹിനെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് നോക്ക്, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. മടങ്ങി വന്നു സയ്യിദുനാ അസ്രായേൽ. എന്നിട്ട് പറഞ്ഞു, ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു കാളക്കൂറ്റന്റെ പുറത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ആ കൈയിന്റെ ഉള്ളിൽ എത്ര രോമം ഉൾപ്പെടുമോ അത്രയും കൊല്ലം ആയുസ് തരാമെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളോട് അദബ് കേട് കാട്ടിയതിന് പ്രായശ്ചിത്തമായി അത്രയും കൊല്ലം ഭൂമിയിൽ തരാമെന്ന് അള്ളാഹ് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, പിന്നെ മരിക്കണല്ലോ, അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെന്താ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, അതാണ് ചോദിക്കേണ്ടത്, പിന്നെന്താ വേണ്ടത്? ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വളരെ അകലെയാണ് ഇപ്പോൾ. എനിക്ക് ഖർരിബിനി ഇലൽ ഖുദ്സി, എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് വെച്ച് മരിക്കണമെന്നാണ് എന്റെ കൊതി. അതാണ് എന്റെ ആവശ്യം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ ടെൻഡർ റൂഹിനെ പിടിച്ച് എന്റെ ആവശ്യം നടക്കില്ല. അതുകൊണ്ട് എന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിക്കുക. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിച്ചു മഹാനായ സയ്യിദുനാ മൂസ. അവിടെ വെച്ച് റൂഹിനെ പിടിച്ചു. എന്നല്ല, ബൈത്തുൽ മഖ്ദസിലേക്ക്, ഖുദ്സിന്റെ താഴ്വരയിലേക്ക് മൂസ നബി എത്തിയപ്പോഴുണ്ട് കുറെ ആളുകൾ നിന്ന് ഖബറുകളെ കൊണ്ടു. അപ്പോൾ മനസ്സിലായി ഈ ഖബറുകളൊക്കെ ആളുകള് മലക്കുകളാണ്. നേരെ ചെന്നിട്ട് മൂസ നബി അവരോട് ചോദിച്ചു, ആർക്ക് വേണ്ടി ആ ഖബറുകളൊക്കെ ഉള്ളത്? അപ്പോൾ അവർ പറഞ്ഞു, ഇലാ റജുലിൻ കരീമിൻ ഇൻദ റബ്ബിഹി, ഇലാ ലിറജുലിൻ കരീമിൻ ഇൻദ റബ്ബിഹി. റബ്ബ് വളരെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ഖബർ കളക്കുന്നത് എന്ന് പറഞ്ഞു മലക്കുകള്. അപ്പോൾ നിനക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഖബറിന്റെ അടിയിലൊന്ന് ഇറങ്ങിക്കിടന്ന് നോക്കൂ എന്ന് പറഞ്ഞു മഹാനായ സയ്യിദുനാ മൂസ
അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിന്റെ അരികിൽ ഇറങ്ങിക്കടന്നു. നോക്കുമ്പോൾ മനോഹരമായ അത്ഭുതങ്ങൾ ഖബറിന്റെ അടിയിൽ മഹാനായ മൂസ നബി കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് മൂസ നബിയുടെ റൂഹിനെ പിടിക്കുകയും എല്ലാവിധ മറ്റു കാര്യങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട മലായികത്തുൽ കിറാം നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാ തക്ഫീന്, തഗ്സീല്, തക്ഫീന്, ഹനൂത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മലക്കുകളാണ്. ആരുടെ? മൂസ നബിയുടെ. ഇനി നേരെ എതിരാളി ആരാ? നേരെ എതിരാളി ഫിർഔൻ. എങ്ങനെയാ ചത്തത്? എങ്ങനെ ചത്തത്? ചെങ്കടലിൽ മുങ്ങിച്ചത്തപ്പോൾ പറഞ്ഞു, ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ ആമൻതു ബില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ മൂസയെ കൊണ്ട് വിശ്വസിച്ചു. ഈ മൂസ നബിയെ നേരത്തെ എന്ത് പറഞ്ഞു? അമാന ഖൈറുൻ, അമാന ഖൈറുൻ, ഞാനാണോ യോഗ്യൻ? ഇതോ ഈ നീചനാണോ യോഗ്യൻ? മഹാനായ സയ്യിദ്നാ മൂസ മിൻ ഹാദല്ലദി അമാന ഖൈറുൻ മിൻ ഹാദല്ലദി ഹുവ മഹീൻ വലാ യകാദു യുബീൻ ഫലൗലാ അലൈഹി ഉൽഖിയ അലൈഹി അസ്വിറത്തും മിൻ ദഹബ് ഔ ജാഅ മഅഹുൽ മലായികത്തു മുഖ്തരിനീൻ. ഞാനാണോ യോഗ്യൻ? അതല്ല. ഞാനാണോ യോഗ്യൻ? അതല്ല. ഈ നീചനാണോ യോഗ്യൻ എന്ന് ചോദിച്ച ആളാണ്. ആരെക്കുറിച്ച്? മൂസ നബിയെ കുറിച്ച് ചോദിച്ചു. ആര്? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ചിന്തിക്ക്. പിന്നെ അവൻ മൂസ നബിയോട് പറഞ്ഞു, മൂസ, ആരാ നിന്റെ പടച്ചോൻ? അപ്പോൾ പറഞ്ഞു, അല്ലദീ യുനസ്സിലുൽ ഗൈസ, മഴ പെയ്യിപ്പിക്കണവനാണ്. ഫിർഔൻ പറഞ്ഞു, എന്നാലും മഴ പെയ്യിപ്പിക്കുന്നവനാണെങ്കിൽ അപ്പോഴും, മഴ പെയ്യിപ്പിക്കുന്നവനാണെങ്കിൽ അപ്പോഴും നിന്റെ പടച്ചവനേക്കാൾ വലിയവൻ ഞാനാ. എന്തുകൊണ്ട്? മഴ പെയ്താ പോരാ, മഴ ഭൂമിയിലെത്തിയാൽ ഭൂമി കൊടുക്കണ്ടേ? ഭൂമിയുടെ അധികാരി ഇപ്പോൾ ഞാനാ. ഈ കാണുന്ന ഭൂമിയിലേക്ക് വെള്ളം വീഴണോ വീഴണ്ടെന്ന് തീരുമാനിക്കേണ്ട ആൾ ഞാനാ. വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, ഈ പുഴകൾ പോലും എന്റെ സമ്മതം കിട്ടിയാലേ ഒഴുകൂ എന്ന് പറഞ്ഞു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അത്രയും വലിയവന. അങ്ങനെയുള്ള മൂസ നബിയെ നീചനെന്ന് പറഞ്ഞ ഫിർഔൻ ഉറക്കപ്പറ. മാത്രമല്ല, വെള്ളം പോലും, ഈ പുഴ പോലും എന്റെ സമ്മതം കിട്ടിയാലേ ഒഴുകൂ എന്ന് പറഞ്ഞ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അതുപോലെ ചെങ്കടലിലെ വെള്ളത്തിൽ കിടന്ന് മരിച്ചുപോയി ഫിർഔൻ ലഅനത്തുല്ലാഹി. ചെങ്കടലിൽ നിന്ന് ചാവുമ്പോ നേരത്തെ ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ ആമൻതു ബില്ലാഹി റബ്ബിൽ ആലമീൻ